മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിൽ 178 വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറിക്കഴിഞ്ഞതാണ്. പക്ഷേ പലരും അഡീഷണലായി കുറച്ച് ജോലികളൊക്കെ വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. ചില വീടുകളിലൊക്കെ പുറത്ത് റോഡടക്കമുള്ള സൗകര്യങ്ങളുടെയൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ജോലി നടക്കുന്നതേ ഉണ്ടായുള്ളൂ. എന്തായാലും മഴ കനക്കുന്നതിന് മുൻപ് കൂടുതൽ കുടുംബങ്ങൾ ടൗൺഷിപ്പിലേക്ക് എത്തുകയാണ്. ഇന്നിപ്പോൾ ആ 178-ൽ ഒരുപാട് വീടുകളിൽ ഇന്ന് താമസം തുടങ്ങുകയാണ്. എൻ്റെ അച്ഛനായിട്ട് വന്ന് ചേർന്നതാണ് അവിടെ. അപ്പോൾ ആ ഒരു മുണ്ടക്കൈ ടൗണിൽ ആ ഒരു പ്രദേശം മൊത്തം ഏകദേശം അച്ഛനും അവരെ ഫാമിലിയും കാര്യങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ പാട്ടായി പോയി. അപ്പോൾ കുറേ കാലമായി വീടും കാര്യങ്ങളൊക്കെ അവിടെ മുണ്ടക്കൈ ടൗണിൽ തന്നെ ആയിരുന്നു. എൻ്റെ വീട്, എൻ്റെ വല്യമ്മേൻ്റെ വീട്, അതിൻ്റെ ഇപ്പുറത്ത് എൻ്റെ ചേച്ചീൻ്റെ അവരുടെ വീട്, അങ്ങനെ കുറേ പേര് വീട് ഇഷ്ടംമാതിരി പോയി, എല്ലാവരും പോയി. ഒക്കെ ആ ടൗൺ മുണ്ടക്കൈ ആ പള്ളീൻ്റെ കുറച്ച് ആ വളവിൽ തന്നെ ആയിരുന്നു അവിടെയൊക്കെ വീടും കാര്യം. എല്ലാം തൃപ്തിയാണോ സൗകര്യങ്ങളിലൊക്കെ നിങ്ങൾ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ? ടൗൺഷിപ്പുമായിട്ട് നോക്കുമ്പോൾ നമ്മൾ തൃപ്തി തന്നെ, കാരണം നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്, കുഴപ്പമില്ല. ഇത്രയൊരു അടിപൊളിയായിട്ട് മനോഹരമായിട്ട് നമുക്കിപ്പോൾ കുറേ നഷ്ടപ്പെട്ടു. അമ്മ നഷ്ടപ്പെട്ടു, ഏട്ടൻ നഷ്ടപ്പെട്ടു, അതുപോലെ ചേച്ചീൻ്റെ മോള്, അതുപോലെ ഞങ്ങളുടെ കുടുംബം, വലിയൊരു കുടുംബം, തൊട്ടടുത്തുള്ള വലിയമ്മൻ്റെ ഒക്കെ കുടുംബമുള്ളത്, അവർക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. അതൊക്കെ ഒരു സങ്കടം ഞങ്ങൾക്കുണ്ട്. ഒരു വീട്ടിൽ 5 ആൾക്കാർ ഉണ്ടെങ്കിൽ അതിൽ ആധാരം നോക്കിയിട്ട് ഒരു റേഷൻ കാർഡ് നോക്കിയിട്ട് ഒരാൾക്കൊരു വീട് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവൻ്റെ കുട്ടികളും പുറത്താണ്. അപ്പോൾ അവരെങ്ങനെ ജീവിക്കണമെന്നും കൂടിയും ഇപ്പോഴത്തെ സർക്കാരും കൂടി ഒന്ന് പഠിച്ചിട്ട് അവരെയും കൂടി എങ്ങനെയെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തി മറ്റുള്ള സംഘടനകളോടും പെട്ടെന്ന് പിന്മാറരുത്. അവരെയും കൂടി ഞാൻ കാണാറുണ്ട് ഡെയിലി പുറത്ത് അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. മാനദണ്ഡങ്ങൾ അനുസരിച്ച് പുറത്തു നിൽക്കുന്ന അർഹരായ കുറച്ചുപേർ കൂടിയുണ്ട്. അവരെ പുതിയ സർക്കാരും മറ്റ് സന്നദ്ധ സംഘടനകളും കൈവിടരുത് എന്നാണ് ഈ താമസം തുടങ്ങിയ ആളുകൾക്ക് പറയാനുള്ളത്. എന്തായാലും കൂടുതൽ ആളുകൾ ടൗൺഷിപ്പിലേക്ക് എത്തുകയാണ്. ഫർണിച്ചർ വാങ്ങാനൊക്കെയുള്ള സർക്കാർ സഹായം അടക്കം ആളുകൾക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷത്തോടെ പുതിയ ഒരു ഘട്ടത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് ഈ അതിജീവിതരൊക്കെ കടക്കുകയാണ്. അതോടൊപ്പം പുറത്തുള്ളവരെ കൂടി ചേർത്ത് പിടിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.